ഒന്നും ആയില്ലേ? അയ്യോ, ഞാൻ എപ്പോഴേ റെഡി. അകത്ത് നമ്മുടെ അന്തർജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് അല്ലെങ്കിൽ തന്നെ 1 മണിക്കൂർ 1.5. ഇന്ന് സ്പെഷ്യൽ പ്രോഗ്രാം അല്ലേ? കുഴപ്പമില്ലേ, 4 മണിക്കാ പ്രോഗ്രാം. ഞാൻ എന്താ എത്തി മോളെ തകർക്കണ ഡാൻസ് കേട്ടോ. ഇവരടുത്ത് 4:30 മണിക്ക് പോകാന്ന് പറഞ്ഞാൽ 4:30 മണിക്ക് എന്നെ എത്തണം. 4:45 പോകുന്ന പോലെ ഗമയാന്നിരുന്ന ആൾക്കാർ കാണും. എനിക്കിത് ഇഷ്ടമല്ല. ഞാൻ ഒന്ന് ഒരുങ്ങട്ടെ. നീ അത്രയൊക്കെ ഒരുങ്ങിച്ചാൽ മതി. ഇങ്ങോട്ടേ വന്നേ. മക്കളിത് എവിടെ പോണ്? എങ്ങനെയുണ്ട്, കൊള്ളാം? പിന്നെ ഫസ്റ്റ് ക്ലാസ്. നിനക്ക് ആരാ പറഞ്ഞത്? അത് രാമ ചേച്ചി എനിക്ക് വേണ്ടി പ്രത്യേകം തയ്പ്പിച്ചതാ. ഇങ്ങനെയുള്ള ഫംഗ്ഷന് പോകുമ്പോ ഇതുപോലൊക്കെ പോണെന്ന് പറഞ്ഞു. എന്നാലേ അങ്ങനൊന്നും വേണ്ട. ഈ രീതിയിൽ നീ ഉള്ളതെല്ലാം കാണിച്ച് അങ്ങോട്ട് പോയാല് പിന്നെ നിധിയാക്കുന്ന ഭൂടത്തിന്റെ ജോലിയായിരിക്കും എനിക്ക്. നേരെ എബോട്ട് അടിച്ച് നമ്മളന്ന് ചേർത്തിലെന്ന് വാങ്ങിച്ച വെള്ള സാരി അതൊക്കെ ഇത്തിരി മനുഷ്യപ്പറ്റക്കായിട്ട് വാ. അതൊന്നും ശരിയാവത്തില്ല. അവിടെ അവേ ഒരു പൊതുവേദിയില് മാന്യമായ സ്ഥാനം കൊടുത്തപ്പോ ഒട്ടനെ അവിടെ അഴിമതിയുടെ ഗുണം കാണിച്ചു. ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ സാരി കൊടുത്തിട്ട് ശരിയാവുന്നില്ല. ഇപ്പൊ എന്ത് ഭംഗിയാടി നിന്നെ കാണാൻ. ഈ സാരിയുടെ താഴെ ഒന്നും ശരിയായിട്ടില്ല. ഒന്ന് വലിച്ചിട്ടേ. ഞാൻ വലിച്ചിടാം. മതിയോടി? പോരാ. മതിയോ? പോരാ. നീ സ്ഥലം സബ് ഇൻസ്പെക്ടറായി ഇതൊക്കെ ചെയ്യുന്നത്. നിന്റെ ഒരു സമയം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിശബ്ദരായിരിക്കണം. അങ്ങനെ ഇത്തവണത്തെ നമ്മുടെ സ്കൂൾ വാർഷികത്തിന് മുഖ്യാതിഥിയായി സബ് ഇൻസ്പെക്ടർ ശ്രീ രവികുമാറിനെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നാട്ടിൽ ഇത്രയും പൊതുകാര്യ പ്രസക്തിയും ജനസമ്മതിയും നേടിയ ഒരു സബ് ഇൻസ്പെക്ടറെ സത്യം പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായി കാണുകയാണ്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി, എന്റെ വാക്കുകൾ അതിരുകടന്നു പോകുന്നെങ്കിൽ ക്ഷമിക്കുക, സുന്ദരിയും സുശീലയുമായ ശ്രീമതി ശോഭന രവികുമാറാണ് നിങ്ങൾക്ക് സമ്മാനദാനം നിർവഹിക്കാൻ പോകുന്നത്. അവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഉദ്ഘാടനത്തിനായി ഞാൻ ശ്രീ രവികുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നാമഗുണങ്ങളല്ലേ? ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ റവറൻ ഫാദർ ജോൺസൺ, മറ്റ് സഭാവാസികളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ ഇത് ഒരു അല്ല, ഈ നവമുഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊരു സ്കൂളാണ്. നിങ്ങളൊക്കെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്. നാളെ വളർന്നു വരേണ്ട നല്ല കുഞ്ഞുങ്ങളാണ്. ഞാൻ നിങ്ങളെ പറ്റി കേട്ടപ്പോൾ പെട്ടെന്ന് ഓർത്തുപോയത്, നിങ്ങളെപ്പോലുള്ള ഒരു കൊച്ചു കുട്ടിയെ അടുത്ത പുരയിടത്തിൽ കയറി തേങ്ങയിട്ടു എന്ന കാരണത്താൽ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ആ കുട്ടിയെ ശിക്ഷിക്കാതെ ഞാൻ പറഞ്ഞയച്ചപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന പരിചയസമ്പന്നനായ ഹെഡ് കോൺസ്റ്റബിൾ അത് തെറ്റാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്റെ കുട്ടിക്കാലമാണ്. കുട്ടിക്കാലത്ത് കുറച്ച് നാരങ്ങ മിഠായി വാങ്ങിക്കാൻ വേണ്ടി തറവാട്ട് ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് ഞാൻ കാശ് മോഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നെന്റെ അമ്മാവൻ എന്നെ തല്ലാതെ ഞാൻ ചെയ്ത തെറ്റിന്റെ ഗൗരവത്തെപ്പറ്റി എന്നെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ
ഞാൻ കരഞ്ഞുപോയി. അന്ന് ഞാൻ അങ്ങനെ കരഞ്ഞതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇൻസ്പെക്ടർ ആകാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളെല്ലാം കുറ്റങ്ങൾ ചെയ്താലും കുറ്റങ്ങൾ ചെയ്യുന്ന പ്രായമാണ്, അതെനിക്കറിയാം. ആ കുറ്റങ്ങളെ മനസ്സിലാക്കാനും പശ്ചാത്തപിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഏറ്റവും നല്ല പൗരന്മാരായി തന്നെ വളർന്നു വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ ഈ വാർഷികം ഞാൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തു. ജയ് ഹിന്ദ്. ഇടേ അവനെ എങ്ങനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും? അവൻ ചെയ്തതാണെങ്കിൽ ശുദ്ധ പോക്കർത്തരം, കണ്ടതാണെങ്കിൽ 100,000 പേര്. നമുക്ക് വേണ്ടപ്പെട്ടൊരു പാർട്ടി ആയതുകൊണ്ടാ ഞങ്ങൾ ഇത് പറയുന്നത്. പണ്ടാണെങ്കിൽ ആ ഗോപിപ്പിള്ള മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ആ പുതിയ SI വന്നേ പിന്നെ ഗോപിപ്പിള്ള വിചാരിച്ചാൽ പോലും ഒന്നും നടക്കാതെയായി. അതെന്തോന്ന്? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ സ്റ്റേഷനിൽ ഇറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തോന്ന് യൂണിയൻ? അധികം സംസാരിക്കില്ലേ. ചില്ലറ വേണ്ട, ഒരു 20 രൂപ ഇങ്ങട്. നോക്കട്ടെ, ഞാൻ വിചാരിച്ച ഇറക്കാൻ പറ്റുമെന്ന്. ഇത് നടക്കൂടി? ഓ, നടന്നാ പറയാ നടന്നെന്ന്. നമസ്കാരം ഗോപി അണ്ണ. നമസ്കാരം നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്തോന്ന് വിശേഷം എന്റെ യൂണിയൻ സാറ്. നമ്മുടെയൊക്കെ ഒരു ഗതികേടിനെ പറ്റി ആലോചിക്കായിരുന്നു. എന്തോന്ന് ഗതികേട്? പുതിയ യൂണിഫോം ഒക്കെ വരാൻ പോവല്ലയോ? ഓ, പുതിയ യൂണിഫോം തന്നെ നമുക്കെന്തുവാ? നമ്മുടെയൊക്കെ ജോലി പിന്നെയും മറ്റേ തന്നെ അല്ലേ? നമ്മളെവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കുറ്റം ചെയ്തവനെ പാട് വിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അകത്താക്കും. ഈ നാട്ടിൽ ജോലി ഇല്ലാത്ത കുറെ അലവലാതി കഴിവറടന്മാരുണ്ട് സാറേ. ഏതെങ്കിലും പാർട്ടിയുടെ പേരും കക്ഷത്തിടിക്കൊണ്ട് ഉടനെ ഒന്ന് ഇറക്കിക്കൊണ്ട് അങ്ങ് പോവും. പിന്നെ യൂണിഫോം ഏതായാലും എന്തോന്നാ, നിക്കറ് കളസമാവും, അത്ര തന്നെ. വലിയ ബുദ്ധിമുട്ടല്ലേ ഈ പണി? കൊള്ളാം. ആണോന്നോ? നാട്ടിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ അതിനനുസരിച്ച് കുറ്റവാളികളുടെ എണ്ണം കൂടുന്നില്ലല്ലോ. അല്ല, യൂണിയൻ സാർ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയത്? നമ്മളെ കൊണ്ട് വല്ലതും സാധിക്കാനുണ്ടോ? എന്തോന്നാണ് ഈ പറയുന്നത്? ഞാനിതൊരു സ്റ്റേഷനിൽ കയറി ഗോപിനെ കണ്ട് കുശലം അന്വേഷിക്കാന്ന് വിചാരിച്ചു. അന്വേഷിക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ബന്ധം? നമ്മളെ ഒന്ന് മറന്നുകളയരുത്. എപ്പോഴും ഒരു അന്വേഷണമൊക്കെ വേണം. പിന്നെ ഞാൻ വരട്ടെ. ആ